ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കോട്ടെടുക്കാൻ പോയി അതങ്ങനെ ഫെയിലിയർ ആയി. അതുമല്ലാണ്ട് നമ്മുടെ ജിങ്ഷിയും നിലത്തേക്ക് വീണ്. എന്തായാലും ഫസ്റ്റ് ഇവളെ എടുത്ത് കിടത്താന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ജിങ്ഷിനെ എടുത്ത് കിടത്തിയിട്ട് എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഒരു ട്രൈ ചെയ്യാന്നും പറഞ്ഞ് ഏന്തി പറഞ്ഞ് എങ്ങനെയൊക്കെയോ ആ കോട്ടെടുത്ത് അവൾക്ക് പുതച്ചു കൊടുക്കും. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞാനാണെങ്കിലും ജിങ്ഷിനെ നോക്കി അവളുടെ ഫേസിലുള്ള മുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ജിങ്ഷി ഞാനിന്റെ കൈ കയറി പിടിക്കും. പ്ലീസ് ഈച്ചൻ, എന്നെ വിട്ടു പോവില്ലേ, ഞാൻ ഇനി ബിസിനസ് ഒന്നും പറഞ്ഞു പോവില്ല, പ്ലീസ് എന്നെ ബ്രേക്കപ്പ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വല്ലാണ്ട് കരയാനായിട്ട് തുടങ്ങും. ഞാനാണെങ്കിലും ഇവള് പറയുന്നതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ തന്നെ ജിങ്ഷി വീണ്ടും ഞാൻ ചോദിച്ചതിന് ആൻസർ നീ പറയാത്തത് എന്താണ്, പ്ലീസ് നീ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോവല്ലേ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഞാനും ഏയ് നീ വെറുതെ കരയല്ലേ, കരയുന്നത് കാണാൻ ഒട്ടും ഭംഗിയില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷി ആണെങ്കിലും വീണ്ടും ഏങ്ങി കരയാനായിട്ട് തുടങ്ങും. നീ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോവാണ്, നിന്റെ പുറകെ ഞാൻ എന്തോരം ബെഗ് ചെയ്ത് വന്നു, എന്നിട്ടും കൂടി നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യുവാണല്ലോ എന്നും പറഞ്ഞ് ഞാൻ എന്റെ കൈയൊക്കെ ഫേസിലേക്ക് വെച്ച് വല്ലാണ്ടിരുന്ന് കരയാനായിട്ട് തുടങ്ങും. പിന്നെ പയ്യെ കൈയൊക്കെ മാറ്റി ഞാൻ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ ഫേസ് ഒക്കെ തുടച്ചു കൊടുത്ത് അവളെ നോക്കി വല്ലാണ്ട് ഫീൽ ചെയ്തിരിക്കും. അതേ ടൈമാണ് ഹണി വാട്ടർ ഒക്കെ വാങ്ങി ലിങ്ങും നമ്മുടെ നാൻസിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നാൻസി ഹണി വാട്ടർ വാങ്ങിയത് എന്റെ കാശ് കൊടുത്താണ്, അതെനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് താന്നും പറഞ്ഞ് QR കോഡ് കാണിച്ചു കൊടുക്കും. ഇവനൊരു പിച്ചക്കാരനാണല്ലോ എന്നും പറഞ്ഞ് അത് സ്കാൻ ചെയ്യുമ്പോഴേക്കും ക്യാഷ് പേ ചെയ്യേണ്ട QR കോഡ് അല്ല എന്ന് മനസ്സിലാകും. അപ്പൊ തന്നെ ലിങ്ങും നിന്നെ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഇത്രയും ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും. നാൻസി ഒരുമാതിരി നോക്കുമ്പോ ദേ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ അത്രക്ക് മോശം പയ്യനൊന്നുമല്ല, നിന്റെ ഫ്രണ്ട് കുടിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനും കൂടിയാണ്, അതുകൊണ്ട് തന്നെ എന്നെ നിനക്ക് വിശ്വസിക്കാം, നമുക്കിനി ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് ചെല്ലും. ഇവരെ കാണുമ്പോ തന്നെ ഞാനാണെങ്കിൽ ശുശു ഒന്നും മിണ്ടല്ലേ എന്നും പറഞ്ഞ് പയ്യെ ഇവളുടെ കയ്യിൽ നിന്ന് ഇവന്റെ കൈയെടുത്ത് ഏന്തി വലിഞ്ഞ് ഒരു കണക്കിന് നേരെ ലിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് നീ ഇവളെ സേഫ് ആയിട്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് ഞാനും ലിങ്ങും കൂടി അവിടെ നിന്ന് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ജിങ്ഷി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഫ്രിഡ്ജിലേക്ക് ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് പയ്യെ തിരിഞ്ഞു നോക്കുമ്പോ ഇവളുടെ 3 ഫ്രണ്ട്സും ഇവളെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്താടി ഇത് രാവിലെ തന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നതിന് ചോദിക്കും. അല്ലടി ഞങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം, നീ ഏതവസ്ഥയിലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് വലിയ രീതിയിൽ ഓർമ്മയൊന്നുമില്ല, ഇന്നലെ ആകെ തകർന്ന് ഭയങ്കര സങ്കടത്തില് ബാറിൽ ചെന്നിരുന്ന് കുടിച്ചു. ആ ശരിയാണല്ലോ, ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് എനിക്ക് ഓർമ്മയേ ഇല്ലാന്ന് പറയും. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം, മിസ്റ്റർ യാനാണ് നിന്നെ ഇവിടെ കൊണ്ടാക്കിയെന്ന് പറയും. എന്ത് ഞാൻ എന്നെ ഇവിടെ വെച്ച് കണ്ടു നിന്നെ ചോദിക്കും. ബാറിൽ വെച്ചാണ് നിന്നെ ഞാൻ കണ്ടേന്ന് പറയും. എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അല്ല ഈ ഡ്രസ്സ് ആരാ മാറ്റിയത്, എനിക്കിത് ഓർമ്മയില്ല എന്ന് പറയൂ. അപ്പൊ തന്നെ നാൻസി ഞാനാണ്, നീ പേടിക്കണ്ടെന്ന് പറയൂ. അപ്പാടാ ഇപ്പഴാ ആശ്വാസമായി എന്നും പറഞ്ഞ് അവിടെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ തന്നെ യുഷി ഇന്നലെ ലിംഗനെ ഒരുപാട് തവണ അഡ്രസ്സും ചോദിച്ച് വിളിച്ചായിരുന്നു, എന്നെ വിളിച്ച് കിട്ടാണ്ടായപ്പോ നാൻസിനെ വിളിച്ച് അഡ്രസ്സ് ചോദിച്ചാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞെന്ന് പറയും. അപ്പൊ തന്നെ നാൻസി ദേ ലിങ്ങിനെ പറ്റി പറയണ്ട, അവൻ ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല, എനിക്കിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിന്റെ സ്കൂൾമേറ്റ് ഉണ്ടല്ലോ മിസ്റ്റർ യാൻ, അങ്ങേരെ സമ്മതിക്കണോട്ടാ, നിന്നെ ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. നീയാണെങ്കിലും ഇവിടെ കിടന്ന് പാട്ടും പാടി ഡാൻസ് ഒക്കെ ചെയ്ത് പുള്ളിന് എന്തോരം ബുദ്ധിമുട്ടിച്ചെന്ന് അറിയാമോ. ഞാൻ നിന്നെ ഒരുപാട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കി, പക്ഷെ അവസാനം അങ്ങേര് തന്നെ വേണ്ടി വന്നു, നിന്നെ പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ട് കിടത്തിയത് പോലും ഞാനാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷി ഒന്ന് ഷോക്കാകും. അപ്പോഴാണ് നമ്മളെ ലാസ്റ്റ് നൈറ്റ് നടന്ന കാര്യം ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. ഞാനങ്ങനെ ഇവളെ സേഫ് ആയിട്ട് നോക്കിക്കോന്നും പറഞ്ഞ് നടക്കുമ്പോഴേക്കും നമ്മുടെ ജിങ്ഷി ഓടി വന്ന് ഞാൻ എന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. അല്ല നിങ്ങൾ ഇതെവിടെ പോവാണ്, എന്തായാലും നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നത്, നമുക്ക് ഒരുമിച്ച് പാട്ടൊക്കെ പാടി 2 ബിയറൊക്കെ കുടിക്കാന്നും പറഞ്ഞ് നേരെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ബിയർ എടുക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യും. വാ നമുക്ക് പാട്ട് പാടിക്കൊണ്ട് തന്നെ ബിയർ കുടിക്കാന്നും പറഞ്ഞ് ഇവളാണെങ്കിലോ പാട്ടൊക്കെ പാടി തുള്ളിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോ ലിങ്ങും നാൻസിയും എന്താടി നീ കാണിക്കുന്നത്, ഇനി കുടിക്കണ്ട, നീ ഇപ്പൊ തന്നെ ഓവറായിട്ട് കുടിച്ചു എന്നറിയും. ഞാനാണെങ്കിലോ അതിന്റെ ഇടയ്ക്ക് ചെന്ന് ആ ബിയർ ബോട്ടിൽ വാങ്ങാനായിട്ട് പോകുമ്പോ ജിങ്ഷി ഞാനെന്റെ കുത്തിനെ പിടിച്ച് എന്നാ നീ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നറിയും. ഇവരാണെങ്കിലോ നീ എന്താടി കാണിക്കുന്നത്, അത് മിസ്റ്റർ യാനാണെന്ന്
എന്നും പറഞ്ഞ് രണ്ടും കൂടി ബാക്കിലേക്ക് വലിക്കും. ഇവളാണെങ്കിലും അതൊന്നും നോക്കുന്നേ ഇല്ല. പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഞാനിന് ദേഷ്യം കയറി മതി നിർത്തുന്നും പറഞ്ഞ് ഒച്ച വെച്ച് അവളുടെ കയ്യിൽ നിന്ന് ബിയർ ബോട്ടിൽ വാങ്ങി വെക്കും. ഇത് കാണുമ്പോ നമ്മുടെ ജിങ്ഷിക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, നിനക്ക് അത്രക്ക് ധൈര്യമോ? ഒരുപാട് നാളുകൾക്ക് ശേഷം നീ എന്നെ കാണാൻ വന്ന് എന്നെ എന്നിട്ട് ചീത്ത പറയുന്നോന്നും പറഞ്ഞ് ഞാനിന്റെ അടുത്തേക്ക് വരും. നീ എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, നീ കണ്ടോന്നും പറഞ്ഞ് ഒരു ചെയറിന്റെ പൊക്കത്തേക്ക് കയറി നിന്ന് ഒരുമാതിരി പാട്ടൊക്കെ പാടി തുള്ളാനായിട്ട് തുടങ്ങും. അവസാനം ഞാനിന് ഭ്രാന്ത് കയറി ഇവളെയും പൊക്കെടുത്ത് റൂമിൽ കൊണ്ടുപോയി കെടുത്തു. അങ്ങനെയാണ് ജിങ്ഷി റൂമിലെത്തിയത്. അങ്ങനെ ഈ കാര്യമെല്ലാം അറിഞ്ഞ് ദൈവമേ ഞാൻ എന്തൊക്കെയായി കാട്ടി വെച്ചത്, ഇനി ഞാൻ ഇങ്ങനെ ഞാൻ എന്റെ ഫേസിൽ നോക്കും, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നീ എന്തായാലും വിഷമിക്കണ്ട, ജസ്റ്റ് കുടിച്ചിട്ടല്ലേ, അതുകൊണ്ട് നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയും. അപ്പൊ തന്നെ യുഷി അല്ല ഒരു കാര്യം വിട്ടുപോയി, നീ എന്തിനാണ് ഒറ്റക്ക് ബാറിൽ പോയിരുന്ന് കുടിച്ചത്, ഇനി നിങ്ങൾ തമ്മിൽ വല്ല വഴക്കിട്ടോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷി വല്ലാത്ത സങ്കടത്തില് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയും. അതെന്താണ്, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്കല്ലേ മുന്നോട്ട് പോയത്, എന്നിട്ട് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് എന്ന് ഇങ്ങനെ ചോദിക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെയും പാത ഡിഫറെന്റ് ആയിട്ടാണ് കിടക്കുന്നത്, അതാണ് മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞ് വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കും. മതി മതി ആലോചിച്ച് വിഷമിക്കണ്ട, നീ എന്തായാലും പോയി റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞ് ജിങ്ഷിനകത്തേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം 3 പേരും കൂടി ഇവളുടെ സംസാരം കേട്ടിട്ട് ഈച്ചൻ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തായാലും നമ്മള് ഈച്ചന്റെ പേര് ഇവളുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. ജിങ്ഷിയും അകത്തേക്ക് ചെന്ന് ഈച്ചനെ കുറിച്ച് ആലോചിച്ചാണ് വിഷമിക്കുന്നത്. 4 വർഷം എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടിരുന്നു, ദേ ഇന്നു മുതൽ അവൻ എന്റെ ലൈഫിൽ ആരുമല്ല എന്നും പറഞ്ഞ് അവൻ അയച്ച മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഞാൻ എന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നത്. എപ്പോഴാണ് പ്രോജക്ട് തീർത്തു തരുന്നതെന്ന് ചോദിക്കും. എത്രയും പെട്ടെന്ന് തന്നെ തീർത്തു തന്നേക്കാന്നും പറഞ്ഞ് റിപ്ലൈയും അഴക്കും. അപ്പൊ തന്നെ ഞാൻ വീണ്ടും അങ്ങനെയാണെങ്കിൽ ന്യൂ ഇയറിന് മുമ്പായിട്ട് തന്നെ അത് തീർത്തു തരണം, എന്നാലേ എനിക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ വോമിറ്റ് വരുന്ന പോലെ തോന്നുന്നറിയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷിക്ക് വല്ലാത്ത നാണക്കേടാകും. അങ്ങനെ തന്നെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് ഒന്ന് പൊതിച്ച് മൂടി കിടക്കും. ഇനി അധിക നേരം കിടക്കാനായിട്ട് സാധിക്കില്ലല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പ്രോജക്റ്റ് തീർക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെ ചെന്നും ഇവരുടെ പ്രോജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ഓഫീസിലേക്കും വരും. ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള വർക്കെല്ലാം ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 2 വീക്സ് കഴിയും. വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന ടൈമിന് പെട്ടെന്ന് ജിങ്ഷി ഒരു കപ്പിൾസിനെ കാണും. ഇവരെ കാണുമ്പോ തന്നെ പെട്ടെന്ന് ജിങ്ഷിക്ക് ഈച്ചന്റെ കാര്യം ഓർമ്മ വരും. വല്ലാത്ത ഫീല് ചെയ്ത് അവര് പോകുന്നത് നോക്കി നിൽക്കും. അങ്ങനെ സിൻ കട്ട് ചെയ്താല് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജിങ്ഷിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരും. 2 വീക്സ് റിസർച്ച് ചെയ്തതില് നമ്മുടെ പ്രോജക്റ്റില് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ തീർത്ത് എത്രയും പെട്ടെന്ന് തന്നെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തോളാന്ന് പറയും. ഈ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസിസ്റ്റന്റ് അകത്തേക്ക് കയറി വരുന്നത്. ജിങ്ഷി 2 വീക്സ് ആയിട്ട് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, പുഷ് ചെയ്യണോന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അസിസ്റ്റന്റിനെ പറഞ്ഞേക്കും. അതേ ടൈം യുഷി നേരെ ഈച്ചനെ കാണാനായിട്ട് വരും. ഈച്ചൻ അങ്ങനെ പുറത്ത് നിൽക്കുവാണ്. അങ്ങനെ തന്നെ അടുത്തേക്ക് പോയി നിന്ന് ജിങ്ഷി ഓക്കെയാണ്, നിങ്ങളുടെ ബ്രേക്കപ്പിൽ നിന്ന് അവൾ ഓവർകം ചെയ്തു, അവൾ അവളുടെ ബിസിനസിന്റെ കാര്യത്തില് തിരക്കാണെന്ന് പറയും. എനിക്കറിയാം ഞാൻ ബ്രേക്കപ്പ് ചെയ്താലും അവൾ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തു വരുമെന്ന്. അവള് ലൈഫില് സക്സസ് ആയാൽ മാത്രം മതി, അവള് സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കണമെന്ന് പറയും. അപ്പൊ തന്നെ യുഷി അപ്പൊ നിങ്ങളോ? ഞാനും ഹാപ്പിയാണ്, ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്നത് പോലും ചുമ്മാ ഒന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചിട്ടാന്ന് പറയും. എന്തായാലും തീർന്നത് തീർന്നു, നിങ്ങളും ഇനി അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യണ്ടേ. എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു മെഡിസിനെ പറ്റി ചർച്ച ചെയ്യാനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ നടന്നു പോകും. അതേ ടൈം ഈ സോയു യാനിന്റെ അടുത്തേക്ക് വരും. നീ ജിങ്ഷിയുടെ കാര്യത്തില് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? അവരുടേത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഇത്രയും വലിയ പ്രഷറൊന്നും താങ്ങാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുമല്ലാണ്ട് നിന്റെ കസിനും കൂടി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിലുണ്ടല്ലോ, അവള് മിക്കവാറും ജിങ്ഷിനെ പിഴിഞ്ഞെടുക്കുമെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും എനിക്ക് ജിങ്ഷിയുടെ മേത്ത് ഒരുപാട് വിശ്വാസമുണ്ട്, കറക്റ്റ് ടൈമിന് അവൾ അവളുടെ ജോബ് കറക്റ്റ് ആയിട്ട് തീർക്കുമെന്നും പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് ചെല്ലും. ഒരു പ്രോബ്ലം ഉണ്ട്, ജിങ്ഷിയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വർക്കെല്ലാം സ്പീഡപ്പ് ആക്കാനായിട്ട് പറയണം, അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് സാറിന്റെ കസിൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനായിട്ട് വരും, പിന്നെ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയും. ഞാനാണെങ്കിലും ചിന്തിച്ചിട്ട് നീ ലവ് ചെയ്തിട്ടുണ്ടോ? ലവ് ചെയ്ത് അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് എത്ര ടൈം എടുക്കും അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാനായിട്ടെന്ന് ഇങ്ങനെ ചോദിക്കും. അതോ, ഞാൻ ലവ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു ലവ് ഒക്കെ ചെയ്ത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് ഏകദേശം 1-2 മാസം എടുക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാനെന്ന് പറയും. എന്ത് 2 മാസം എടുക്കുമോ? അയ്യോ സാർ, ഞാനൊന്നും അത്രയും ടൈം ഒന്നും എടുക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്ത് കടന്ന് എന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയും.
ഓ ഞാൻ ഇവനോടല്ലല്ലോ ചോദിച്ചെന്നും പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിൻഷിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നത്. ആനുവൽ പ്ലാൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എപ്പൊ നിങ്ങൾ ഫ്രീ ആകും ഞാൻ ആ പ്ലാനുമായിട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറയും. ഇന്ന് ഈവനിങ് 6:30 ആകുമ്പോൾ ഞാൻ ഫ്രീ ആകും എന്നും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു റിപ്ലൈ അയക്കും. ആ ഓക്കെ, കറക്റ്റ് ടൈമിന് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്നും പറഞ്ഞ് ജിൻഷിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരും. അങ്ങനെ ഈവനിങ്ങും ആകും. 6:30 ആകുമ്പോൾ തന്നെ ജിൻഷി അകത്തേക്ക് കയറി വരും. ഓ മാഡം, കറക്റ്റ് ടൈമിന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ജിൻഷി ആണെങ്കിലും അടുത്തേക്ക് വന്ന്, സോറി മിസ്റ്റർ യാൻ, ഞാൻ കുടിച്ച് അന്ന് ഇത്തിരി ഓവറായിട്ട് ബിഹേവ് ചെയ്തു. കുടിച്ചത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുടിച്ച് ബോധമില്ലാണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തതായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് പറയും. ഓ, ബോധമില്ലാണ്ടാണോ അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് ഞാനാണെങ്കിലോ ജിൻഷിയുടെ അടുത്തേക്ക് വരും. ഇവളും പേടിച്ച് അങ്ങനെ ബാക്കിലേക്ക് നടക്കും. പോയി അവസാന സ്ഥലമില്ല, ഇനി പോയി ആ നിലത്തേക്ക് വീഴും. സ്റ്റെപ്പാ ഉള്ളത്. ഇവൻ എന്താണാവോ എന്റെ അടുത്തേക്ക് വരുന്നതെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞാനാണെങ്കിലോ ഇവളുടെ കോട്ടിൽ നിന്ന് ഒരു ത്രെഡ് വലിച്ചെടുക്കും. മിസ് ജിൻഷി, കുടിച്ചു കഴിയുമ്പോഴാണ് ആളുകള് സത്യമെല്ലാം തുറന്നു പറയുക എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇവളാണെങ്കിലോ പേടിച്ച്, മിസ്റ്റർ യാൻ, ഞാൻ ദേ പ്രപ്പോസൽ കയ്യോടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ വായിക്ക്. ഇതിന്റെ ഒരു കോപ്പി മെയിലിലേക്ക് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഫയൽ വെച്ച് എത്രയും പെട്ടെന്ന് ഓടാനായിട്ട് പോകും. കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കും. ഒരു ബിസിനസ് വുമൺ ആയിട്ട് തുടരണമെങ്കിൽ ബ്രെയിൻ പവർ മാത്രം പോരാ, ഫിസിക്കൽ സ്ട്രെങ്ത്തും വേണം. എന്നാലേ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നീ നിന്റെ ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യണം. അങ്ങനെ നീ ഒരു 45 kg മുകളിലേക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നറിയും. ഇത് കേൾക്കുമ്പോൾ ജിൻസിക്ക് ഒന്നും മനസ്സിലാവാണ്ട്, ഒരു ഇൻവെസ്റ്റർ ആകുമ്പോൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നല്ലേ ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് എന്റെ ഹെൽത്തിനെ പറ്റി നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ കെയർ ചെയ്യേണ്ടി വരും. അതെന്റെ ജോബിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം പേയ്മെന്റ് വരുന്നത് ഇത്തിരി കഷ്ടമായിരിക്കും എന്ന് പറയും. ഇവൾക്കാണെങ്കിലോ ഇതിന് എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തില് പല്ല് കടിച്ച്, ഓക്കെ മിസ്റ്റർ യാൻ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടോളാം. ഇനി എന്തെങ്കിലും എന്റെ അടുത്ത് പറയാനായിട്ടുണ്ടോ? എനിക്ക് പോയിട്ട് പണിയുണ്ടെന്ന് പറയും. ആ, വേറൊന്നും പറയാനായിട്ടില്ല. അല്ല, നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിച്ചിട്ട് പോവാന്ന് പറയും. അയ്യോ ഇല്ലില്ല, എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് നമ്മുടെ ജിൻഷി സ്കൂട്ടാകും. നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മ അവിടെ ഉണ്ടാകും. വന്ന ഉടനെ തന്നെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യും. അമ്മയാണെങ്കിലോ ആദ്യം തന്നെ ബ്രേക്കപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പുള്ളിക്കാരി കുറച്ച് സാഡായിട്ട്, ഇപ്പൊ തന്നെ ഈ കാര്യം ചോദിക്കണോ അമ്മ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, മോക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ആ ഓക്കെ അമ്മ, ഞാൻ ഫ്രഷ് അപ്പ് ആയിട്ട് ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകും. അതേ ടൈം ഞാനാണെങ്കിലോ ഇവള് കൊടുത്ത ആ പ്രപ്പോസൽ എല്ലാം നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് ജിൻഷിക്ക് കോൾ ചെയ്യും. ഇവള് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യാനിന്റെ അടുത്ത് നിന്നും കോൾ വരുന്നത്. ഹലോ മിസ്റ്റർ യാൻ, എന്താ കാര്യം എന്ന് ഇങ്ങനെ ചോദിക്കും. നിന്റെ പ്രോജക്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നീ എന്നെ വന്ന് മീറ്റ് ചെയ്യണോന്ന് പറയും. ആ ഓക്കെ മിസ്റ്റർ യാൻ, ഞാൻ നാളെ തന്നെ നിങ്ങൾ വന്ന് മീറ്റ് ചെയ്തോളാന്ന് പറയും. വേണ്ട, നാളെ ഞാൻ അങ്ങോട്ട് വരാം, ടവർ റൂമിൽ വന്നേക്കാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ സിഡ്നി നമ്മുടെ യാനിനെ കാണാനായിട്ട് വരും. കൂടെ തന്നെ കുറച്ച് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വിളമ്പിക്കൊടുത്ത് ആദ്യം ബിസിനസിനെ കുറിച്ച് സംസാരിക്കും, അതിനുശേഷം വീടിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് അവിടെ ഒരു ഫിഷ് ടാങ്ക് കാണും. ആ ഒരു ഫിഷ് ടാങ്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെവിടെ നിന്നാന്നിങ്ങനെ ചോദിക്കും. അതെന്റെ ആന്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാന്ന് പറയും. ആ, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് എംപ്റ്റി ആണല്ലോ, നാളെ വരുമ്പോ ഞാൻ കുറച്ച് ഫിഷും കൂടി വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കും. വേണ്ട, അതൊന്നും വേണ്ട, അത് എംപ്റ്റി ആയിട്ട് ഇരിക്കുന്നതാണ് അതിന്റെ ഭംഗി എന്ന് പറയും. ആക്ച്വലി നമ്മുടെ സിഡ്നിക്ക് യാനിന്റെ മേത്തൊരു കണ്ണൊക്കെ ഉണ്ട്. ഇവരുടെ ഫാമിലിയില് സിഡ്നിനെ യാനുമായിട്ട് മാരേജ് ചെയ്ത് വെപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. നമ്മുടെ യാനാണെങ്കിലും ഒരുപാട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് ടിഫിൻ ബോക്സിൽ പാക്ക് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സോയിനെ നോക്കി, നീ കിച്ചൺ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയിക്കോന്നും പറഞ്ഞ് ജിൻഷിനെ കാണാനായിട്ട് അവളുടെ ഓഫീസിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ജിൻഷിയുടെ അമ്മയുണ്ട്. ഫോണൊക്കെ ചെയ്ത് കീ എവിടെയാന്ന് ചോദിച്ച് അവസാനം കീ ഒക്കെ എടുത്ത് അകത്തേക്ക് പോകും. ആ ടൈമിനാണ് നമ്മുടെ യാനെ കാണുന്നത്. യാനെന്തോ അവിടെ ജോലി ചെയ്യുന്ന ആളാന്ന് വിചാരിച്ച് അവനെയും കൂട്ടി അകത്തേക്ക് പോയി. ലീവായിട്ടുള്ള ദിവസം പോലും ഓവർ ടൈം വർക്ക് ചെയ്യണോ? ഹെൽത്തിന് കംപ്ലൈന്റ് അല്ലേ? ഇടയ്ക്കെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം. അല്ല, നീ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണോ? എന്താണോ എന്തോ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്താലേ എങ്ങനെയാ ശരിയാവുന്നത്? ഇന്ന ഈ സ്ട്രോബെറി പിടിക്ക്, നല്ല ഫ്രഷ് ആണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കയ്യിലേക്ക് കൊടുക്കും. ഞാനാണെങ്കിലോ എന്തായാലും അത് വാഷ് ചെയ്തേക്കാന്നും പറഞ്ഞ് നേരെ ചെന്ന് ഒരു പൈപ്പ് തുറക്കും. അതാണെങ്കിലോ പൊട്ടിപ്പോകും. അങ്ങനെ വെള്ളം കുറെ നമ്മുടെ യാനിന്റെ മേത്തേക്ക് വീഴും. ഞാൻ ഓൾമോസ്റ്റ് നനഞ്ഞ് മാറിയിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ ഹീറോയിന്റെ അമ്മ, എന്താണോ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയത്? വെതർ ഇങ്ങനെ മാറി മാറി വരുന്നത് അറിഞ്ഞൂടെ? അപ്പോ എക്സ്ട്രാ ഒരു ഡ്രസ്സൊക്കെ കയ്യിൽ വെക്കണം. നിന്റെ കയ്യിൽ ഇപ്പോ ഡ്രസ്സ് ഇല്ലല്ലോ, എന്റെ ഒരു ഡ്രസ്സ് ഇട്ടോന്നും പറഞ്ഞ് ജിൻഷിയുടെ അമ്മയുടെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും.
അയ്യോ വേണ്ട ആന്റി വേണ്ട, എനിക്ക് ഡ്രസ്സ് വേണ്ടാന്ന് പറയും. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഓൾമോസ്റ്റ് നനഞ്ഞു നിൽക്കുവാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കോൾഡോ പനിയോ എന്തെങ്കിലും പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫീവർ ഒക്കെ വന്നാ നിന്റെ പാരന്റ്സിന് സങ്കടം വരില്ലേ? അതുകൊണ്ട് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡ്രസ്സ് നീ ഇട്ടോന്നും പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ ഞാനും അത് വാങ്ങി വെക്കും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ ജിൻഷി ഓഫീസിലേക്ക് കയറി വരും. അമ്മ കൊടുത്ത ഡ്രസ്സും ഇട്ട്. ഞാനാണെങ്കിലോ അവിടെ നിന്ന് ആ പൈപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ജിൻഷിക്ക് വല്ലാത്ത ചിരി വരും. പൈപ്പ് പൊട്ടി ഡ്രസ്സ് മുഴുവനും നനഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തെന്ന് പറയും. ആ ഓക്കെ മിസ്റ്റർ യാനെന്ന് പറഞ്ഞ് ജിൻഷിയും ചിരിച്ചുകൊണ്ട് നിൽക്കും. മിസ്റ്റർ യാനെന്ന് വിളി കേൾക്കുമ്പോ അമ്മയാണെങ്കിലോ ഇതെന്താണ് നീ യാനെന്ന പേര് വിളിക്കുന്നത്? അപ്പോ ഇത് സിസോ അല്ലേ എന്ന് ചോദിക്കും. അമ്മ ഇത് സിസോ അല്ല, ഇതാണ് മിസ്റ്റർ യാൻ, എന്റെ ഇൻവെസ്റ്റർ ആണെന്ന് പറയും. അല്ല മോനെ, ഞാൻ നിന്റെ പേര് മാറ്റി വിളിച്ചപ്പോ നീ എന്തുകൊണ്ട് അത് തിരുത്തിയില്ല എന്ന് ചോദിക്കും. ഞാനാണെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കും. സോറി മിസ്റ്റർ യാൻ, അമ്മ അറിയാണ്ട് നിങ്ങളെ മാറ്റി വിളിച്ചതാണ്. നിങ്ങൾ അതുകൊണ്ട് ദേഷ്യപ്പെടണ്ടെന്ന് പറയും. ഏയ് എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ ദേ ഈ പ്ലാൻ നിന്റെ കയ്യിൽ തന്നിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. എന്തായാലും ഞാൻ പോവാന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും ജിൻഷിയും കൂടി എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കഴിച്ചിട്ട് പോവാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ഞാനും അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവനും ഒരുപാട് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ജിൻഷി എടുത്ത് കഴിച്ചിട്ട് അയ്യോ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് മിസ്റ്റർ യാൻ, നിങ്ങളാണോ ഇത് കുക്ക് ചെയ്തത്? അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് അമ്മക്കും കുറച്ച് കൊടുക്കും. അപ്പൊ തന്നെ അമ്മ ഞാനുണ്ടാക്കിയ ഫുഡിനെല്ലാം ടേസ്റ്റ് ഞാനുണ്ടാക്കിയ ഫുഡാണ്, അതുകൊണ്ടാണ് അതെ ഞാനുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നേന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഞാനും അതെ അതെ അമ്മ ഉണ്ടാക്കിയ ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഫുഡ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ജിൻസി ആണെങ്കിലോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം, ഈ ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് അവളും നല്ല രസിച്ച ആ ഫുഡൊക്കെ കഴിക്കും. ഇത് കാണുമ്പോ യാനിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ വന്ന് ജിൻസിനെ നോക്കും. ഇത് കാണുന്ന അമ്മയും അല്ല മോനെ, നീ ഈ സിറ്റിയിൽ തന്നെയാണോ താമസിക്കുന്നത്? ഒരുപാട് ബിസിനസ് ഒക്കെ ഉള്ളത് കൊണ്ട് നീ ഭയങ്കര ബിസി ആയിരിക്കും. എത്രയൊക്കെ ബിസി ആണെങ്കിലും നീ നിന്റെ പാരന്റ്സിന്റെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പോവാറില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻസി അമ്മ മിസ്റ്റർ യാൻ വലിയൊരു ബിസിനസ് മാൻ ആണ്, അതുകൊണ്ട് തന്നെ ടൈം ഒന്നും കിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാനും എന്റെ പാരന്റ്സ് രണ്ടുപേരും മരിച്ചുപോയി എന്ന് പറയും. അയ്യോ മോനെ സോറി, ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. ജിൻഷിയും ഇപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ തന്നെ ഞാനും അതൊന്നും കുഴപ്പമില്ല, ആ ഒരു സംഭവമൊക്കെ നടന്നിട്ട് ഒരുപാട് വർഷമായി, അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറയും. നീ എന്തായാലും വിഷമിക്കണ്ട, ഇപ്പൊ നിനക്ക് പുതിയൊരു ആന്റീനെ കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഏത് ഫുഡ് കഴിക്കണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, സൂപ്പറായിട്ട് ഞാനത് നിനക്ക് കുക്ക് ചെയ്ത് തരാം. എന്തായാലും വീച്ചാറ്റായിട്ട് തന്നേക്ക്, നമുക്കതിൽ ചാറ്റ് ചെയ്യാം, ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ചാറ്റ് ചെയ്യാന്നും പറഞ്ഞ് അമ്മയാണെങ്കിലോ ജിൻഷി കുഞ്ഞുനാളിൽ ചെയ്ത എല്ലാ വികൃതികളും കുസൃതികളൊക്കെ ഞാൻ എന്റെ അടുത്ത് പറയും. അതുമല്ലാണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. ജിൻഷി ആണെങ്കിലോ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ ജിൻഷി ചെയ്ത എല്ലാ സാധനങ്ങളും അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇവരുടെ ഈ ബോണ്ടിങ് ഒക്കെ നമ്മുടെ യാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അമ്മ പ്ലേറ്റ്സ് ഒക്കെ കഴുകാനായിട്ട് പോകും. ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന് ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. ഇവന്റെ കോട്ടൊക്കെ പുറത്തിട്ട് ഉണക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ എല്ലാം കഴിയുമ്പോ ഇവൻ തന്നെയാണ് രണ്ടുപേരെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇവരിത്തിരി സംസാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അമ്മയാണെങ്കിലും നിങ്ങൾ സംസാരിച്ചോന്നും പറഞ്ഞ് വേഗം ഓടി വീട്ടിലേക്ക് പോകും. സോറി മിസ്റ്റർ യാൻ, അമ്മ ഇങ്ങനെയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് പറയും. അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളുമായിട്ട് രണ്ടുപേരും കൂടി നടക്കും. നിങ്ങൾ ആ ഒരു പൈപ്പ് ശരിയാക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയും. 10 വർഷം ജർമ്മനിയില് ഒറ്റക്കായിരുന്നില്ലേ, അപ്പോ എല്ലാ സാധനങ്ങളും ഞാൻ നോർമലായിട്ട് പഠിച്ചു എന്ന് പറയും. 10 വർഷം നിങ്ങൾ ഒറ്റക്കായിരുന്നോ? അപ്പോ നിങ്ങളുടെ ഗ്രാൻഡ് പ എവിടെ പോയി എന്ന് ചോദിക്കും. എന്നാ അവിടെ കൊണ്ടുവന്നാക്കി 2 ദിവസം എന്റെ കൂടെ നിന്നു. 2 ദിവസത്തിന് ശേഷം ഗ്രാൻഡ് പ തിരിച്ചു പോയി. പിന്നെ ബിസി 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 10 വർഷം ഞാൻ ഒറ്റക്കാണ് അവിടെ നിന്നേന്ന് പറയും. 10 വർഷം ഭയങ്കര കഠിനമായിരിക്കും, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, പിന്നെ ഇതും ലൈഫിന്റെ ഒരു പാർട്ടല്ലേ, അപ്പോ ഇതും നമ്മൾ ഫേസ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനത് നോർമലായിട്ട് എടുത്തു. എന്തായാലും അമ്മയുടെ കോട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് തിരിച്ചു തരാന്ന് പറയും. ഇവളാണെങ്കിലും ആ കോട്ട് ഇവനിട്ടിരിക്കുന്ന കാണുമ്പോ വല്ലാണ്ട് ചിരി വരും. സോറി മിസ്റ്റർ യാൻ, നിങ്ങളെ ഈ കൊലത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ കണ്ടപ്പോ നോർമലായിട്ട് എനിക്ക് ചിരി വന്നു, അതുകൊണ്ടാന്ന് പറയും. കുഴപ്പമില്ല, എപ്പോഴും ദേഷ്യം പിടിച്ച് നടക്കുന്നതിന് നല്ലത് ഇടയ്ക്കൊക്കെ ചിരിക്കുന്നതാണ്. അപ്പോ ചിരിച്ചോന്ന് പറയൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയൂ, എന്തായാലും കൊള്ളാം, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ്, നിങ്ങളും വീട്ടിലേക്ക് സേഫ് ആയിട്ട് പോകുന്ന പറയും. ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ മുന്നോട്ട് നടന്നു പോകും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇവരുടെ ബോണ്ടിങ്ങും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇവരുടെ ലവ് എങ്ങനെയായിരിക്കും എന്തായാലും വരുന്ന എപ്പിസോഡിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.